ഞാൻ ചെയ്യുന്ന മണി പ്ലാന്റ് സെറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇതുപോലെ മണി പ്ലാന്റ് സെറ്റ് ചെയ്യാൻ എങ്ങനെ ഉണ്ടാവും? ഇതുപോലെയല്ല കേട്ടോ. ഞാൻ ഇന്ന് വലിച്ചെറിയുന്ന നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ജ്യൂസ് ഗ്ലാസ് ഇല്ലേ, അത് വെച്ചിട്ടൊരു സെറ്റിങ് കാണിച്ചു തരാവേ. നല്ല അടിപൊളിയാണ് കേട്ടോ, കണ്ടു നോക്കൂ. ഈ 2-3 സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരു മണി പ്ലാന്റിൻ്റെ ഒരു പോട്ട് സെറ്റാക്കാം. ഇന്ന് നമ്മൾ മണി പ്ലാന്റ് സെറ്റ് ചെയ്യണത് ഈ ഒരു സാധനത്തിലാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഈ നൂലെന്ന് വെച്ചാൽ പട്ടത്തിൻ്റെ ഒക്കെ ഒരു നൂലാണ്. നമുക്ക് ഏത് നൂല് വേണമെങ്കിലും എടുക്കാം. പിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ സൈക്കിളിൻ്റെ വീഡിയോ. അതിലൊരു മോസ്കിറ്റോയുടെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പാർട്സാണ്, അതിൻ്റെ ഉള്ളിലെ ഒരു പാർട്സാണിത്. അപ്പോൾ ആ ഒരു പാർട്സ് കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ വന്നിട്ടുണ്ടായിരുന്നു, ഈ ഒരു സംഭവം കണ്ടപ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്കൊരു നല്ലൊരു ഐഡിയ കത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ് ഈ വയറും. പിന്നെ ഇതേ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ കിട്ടുന്ന ഗ്ലാസ്സാണ്. അപ്പോൾ അതും ഇതിന് അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതിലെങ്ങനെ മണി പ്ലാന്റ് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊന്ന് പെയിൻറ്റ് ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കണം. ഇത് ഒരിക്കൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ജ്യൂസിൻ്റെ ഗ്ലാസ്. പക്ഷെ അത് അത്ര അങ്ങോട്ട് എൻ്റെ പെയിൻറ്റ് കുറവായ കാരണം അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയില്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇത് പെയിൻറ്റ് ചെയ്തിട്ട് ഭംഗിയാക്കാം. ഈ ബ്ലാക്ക് കളർ തന്നെ ഒന്നും കൂടി നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്യാം. ഫാബ്രിക് പെയിൻറ്റാണ് ഞാൻ ഉപയോഗിക്കണേ. അപ്പോൾ അതുകൊണ്ട് നന്നായി പെയിൻറ്റ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഇതിന് ഒരു 4 ഹോൾ ഇടണം. അതായത് നമ്മൾ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, എൻ്റെ കയ്യിൽ ഈ ഐറ്റം, അപ്പോൾ അതിന് 4 ഹോള് കണക്കിനാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കണ്ട ഇവിടെയുള്ള ഹോള്. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഇവിടെ ഇങ്ങനെ നോക്കിയിട്ട് 4 ഹോളിടാം. ഓക്കെ. പെയിൻറ്റിങ്ങിൽ ഞാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ലേ. വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ നമുക്ക് ഈ വെള്ള കളർ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് മുന്നേ നമ്മൾ അടുക്കളയിൽ മണി പ്ലാന്റ് സെറ്റിങ്ങിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഈ ഗ്ലാസ്സിൽ മണി പ്ലാന്റ് വെച്ചിട്ടുള്ളത്. പക്ഷെ അത് ശരിയായില്ല. ഞാനിതിൽ മണ്ണ് നിറച്ചിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ശരിക്കും വളർന്നില്ല. അപ്പം ഞാൻ വേറെ ഐഡിയ ഒക്കെ എടുത്തതാണ്. അപ്പം എനിക്ക് അന്ന് നമ്മുടെ മോസ്കിറ്റോയുടെ മിഷീൻ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ ചെടി നട്ടപ്പോൾ എനിക്ക് ഈ ഒരു ഐഡിയ കത്തിയത്. അപ്പം ഞാൻ പെയിൻ്റ് അടിച്ച് കൊളാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഉണക്കണം. ഇനിയിപ്പോൾ എത്ര കൊളായാൽ മതി അല്ലേ? കൂടുതൽ കൊളാക്കിയാൽ രസം ഉണ്ടാവില്ലല്ലോ. ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഐറ്റമാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ വയറ് ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഈ വയറ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ
ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനിങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട, ഇത് സത്യത്തിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ളൊരു ഐഡിയയിലാണ് ഇങ്ങനെ ചെയ്തെടുക്കണേ. ഇതിനൊരു 4 ഹോളുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിട്ട് കെട്ടിയിട്ട് ഈ ഒരു കപ്പ് പിടിപ്പിക്കാം. അപ്പം ഞാനങ്ങനെ പോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാ നോക്കിക്കേ. അപ്പോൾ ഈ ഒരു സംഭവം കണ്ട, നമ്മുടെ മണി പ്ലാന്റ് ഇത് നമ്മുടെ സൈക്കിളിൻ്റെ ഒരു കൊട്ട ഉണ്ടായിരുന്നു. ഇത് കുറേ മുന്നുള്ള സൈക്കിളാട്ടോ, പിള്ളേർ ചെറുപ്പത്തിൽ ഉപയോഗിച്ച ഒരു സൈക്കിളിൻ്റെ ഒരു കൊട്ടയാണ്. അപ്പോൾ അതിൻ്റെ ആ ഭംഗി കണ്ടിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചത്. അപ്പോൾ അത് നമ്മളിവിടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഇവിടെ 2 ഹോള് കണ്ട. അപ്പോൾ അതിലാണ് ഞാനിങ്ങനെ ഹാങ് ചെയ്തിടാമെന്ന് വിചാരിക്കുന്നത്, നമ്മുടെ ഈ ഒരു സ്പേസിൽ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ആ ഒരു ഹാങ്ങിങ് പോട്ട്സ് നമുക്ക് അതിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഗ്ലാസ്സിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ മണി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇതാണ്. ഈ വർക്ക്, ഈ പോട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.